ഇപ്പോൾ 2027 മണ്ഡല പുനർനിർണ്ണയം നടക്കുകയല്ലേ. അപ്പോൾ ഇപ്പോഴുള്ള കേരളത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ്റെ അവസ്ഥ കുറച്ചും കൂടി ഇപ്പോഴുള്ള കേന്ദ്രത്തിലെ യൂണിയൻ മിനിസ്ട്രിയിൽ നമുക്കുള്ള അവസ്ഥ കുറച്ചും കൂടി മോശമാവില്ലേ? അപ്പോൾ നമുക്ക് ഇടപെടാനുള്ള സാഹചര്യം കുറഞ്ഞു വരികയല്ലേ? ഒരു സംശയം വേണ്ട. ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇറാനിൽ അമേരിക്ക ഇടപെട്ട പോലെ പുറത്തുനിന്ന് ആ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇടപെടുന്നതിനെ നമ്മുടെ ഇത് കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിലാക്കുന്നതിനെ ഇടപെടൽ അങ്ങനെയുള്ള ഇടപെടലല്ല, മറ്റൊരു രീതിയിൽ ഇടപെടാൻ ഉള്ള സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ചോദ്യം മനസ്സിലായില്ല എനിക്ക്. ഇത് കുറയ്ക്കാൻ വേണ്ടി ഏത് കുറയ്ക്കാൻ? ഇപ്പോൾ ഗുജറാത്തിൽ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യൻ ഭരണമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഹിന്ദി പഠിക്കണമെന്ന് നമ്മുടെ അടുത്ത് പറയുന്നത്. ഇംഗ്ലീഷ് പഠിപ്പിച്ചില്ലേ നമ്മളെ? അതുപോലെ അവർ പഠിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനെന്താ അത്ര സംശയം നമുക്ക്? ഇത് നമുക്ക് അവരുടെ ആരുടെയെങ്കിലും കുറ്റം കൊണ്ടല്ല, അത് നമ്മുടെ കുറവുണ്ട്. നമുക്ക് ഈ ജനാധിപത്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് സംഭവിച്ചത്. ആദ്യം ഒരു പാർട്ടി അല്ലായിരുന്നു ഉണ്ടായിരുന്നേ, കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയല്ലേ ഉണ്ടായിരുന്നേ. 20 പേര് ഇവിടുന്ന് പോയത് കോൺഗ്രസ്സുകാർ തന്നെ പോയിട്ടില്ലേ? അപ്പോഴും അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം കൊച്ചൊരു സ്റ്റേറ്റായത്. സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേഷനല്ല, ജനങ്ങളുടെ റെപ്രസെൻറ്റേഷനായിട്ട് കുറച്ച് പേര് വരുന്നതാണ് കൊണ്ട് നമ്പർ കുറയും. അല്പസ്വല്പം തമിഴ്നാട് വലുതായിരിക്കുന്ന കാരണം കൊണ്ട് 47 പേരുള്ളത് കാരണം കൊണ്ട് അവർക്ക് ഇച്ചിരി ബാർഗെയിനിങ് പവർ ഉണ്ടാവും. കൊച്ചൊരു സ്റ്റേറ്റിനും റെപ്രസെൻറ്റേഷൻ ഉണ്ടാകത്തില്ല. അത് നമ്മുടെ ഈ സിസ്റ്റം കൊണ്ടുണ്ടായതായിരിക്കും. അത് അഴിച്ചു പണിയേണ്ടതാണ്. ഇപ്പം വീണ്ടും ജനങ്ങളെ വെച്ചിട്ട് അവർ ചെയ്യാൻ പോവാണ്. ആ ചെയ്യുന്ന സമയത്ത് ഒരു 500 സീറ്റും കൂടെ അവിടെ 300 സീറ്റും കൂടെ കൂടും, 800 സീറ്റും ആവും. ആ സീറ്റ് കൂടുന്ന സമയത്ത് ഈ തെക്കേ ഇന്ത്യക്ക് പിന്നെ യാതൊരു രക്ഷയുമില്ല. നമുക്കിതിങ്ങനെ തുടരാൻ പറ്റില്ല. ഒരു ആഭ്യന്തര യുദ്ധത്തിനകത്ത് ചെന്ന് പെടാതെ നമുക്ക് എങ്ങനെയാണ് ഒരു മര്യാദയ്ക്ക് ഇതെന്ന് ഒരു ഫെഡറൽ സ്റ്റേറ്റിൻ്റെ ലെവലിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അത് ഇപ്പം ഈ പരിഷ്കരണം കൂടെ കഴിഞ്ഞതാണ്. ഞാൻ പറഞ്ഞാൽ ഈ യുദ്ധം ഉണ്ടാകാതിരിക്കാനുള്ള ബുദ്ധി നമുക്ക് വേണം. നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ടുള്ള ആരോഗ്യമൊന്നുമില്ല. തെറ്റായിട്ട് ധരിക്കല്ലേ. നമ്മൾ തന്നെ അങ്ങനെ നമുക്ക് പറ്റില്ല. യുദ്ധത്തിൽ പെട്ടുപോകരുത്, മുഴുവൻ പോവും. നെഗോഷിയേറ്റ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളതിൻ്റെ ഇൻ്റലിജൻസ് കൊണ്ടാണ് നമുക്കത് ചെയ്തെടുക്കേണ്ടത്. ചെയ്യരുത്. ഞാനിത് പറയുന്ന സമയത്ത് വീരമായ വരിയിലൊന്നുമല്ല. ഞാനെന്താ മലയാളിത്വം ഒന്നും എനിക്ക് ഒരു മലയാളിത്വം ഇല്ല. പക്ഷേ ഭരണപരമായി ഇങ്ങനെ വേണം, ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വേണം എന്നായി പറയുന്നത്. അല്ലാതെ ആവേശപൂർവ്വമൊക്കെ കാണിച്ച വെടികൊണ്ട് ചത്തു. 14 ലക്ഷം സൈനികരുള്ള ലോകത്ത് തന്നെ 4ാമത്തെ സൈനിക ബലമാണ് ഇന്ത്യക്കുള്ളത്. അവരുമായിട്ടൊരു യുദ്ധത്തിന് പോകാൻ പറ്റുമെന്ന് ഇയാൾ വിചാരിക്കുന്നുണ്ടാ? വെറുതെ മൂച്ചൊന്നും വണ്ടിക്കളയരുത്. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് പക്ഷേ പരമാവധി നിലനിൽക്കുന്നതിനകത്ത് എങ്ങനെയാണ് പഞ്ചായത്തൊക്കെ ബലപ്പെടുത്തുന്ന സമയത്ത് സ്വാഭാവികമായി ചേർക്കാൻ പറ്റും. കീഴടങ്ങണ്ട, ചെറുത്ത് നിൽക്കാൻ പറ്റും. നമ്മൾ ഓടിച്ചിട്ട് കുത്തുമൊന്നും വേണ്ട. പക്ഷെ നമ്മുടെ മരങ്ങളിലെല്ലാം മുള്ളൊക്കെ പിടിച്ച് നിൽക്കത്തില്ലേ, കയറാൻ പറ്റാതെ? അതുപോലെ ചെറിയത് അങ്ങനെ പറ്റുള്ളൂ. അല്ല നമ്മൾ ഈ വലിയ ബലമുള്ള ആനയെ നേരിടാൻ പറ്റുമോ? അപ്പോൾ നമ്മളെന്തെങ്കിലും കുഴിയൊക്കെ കുത്തി പിടിക്കാനൊക്കെ പറ്റത്തില്ലേ? അതുപോലൊക്കെയുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രമേ പറ്റൂ. അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. വലിയ ബലമുള്ള ഒരു കേന്ദ്രമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ മാത്രം അവസ്ഥയൊന്നുമല്ല ഇത്. അമേരിക്കക്കാരന് മധുരയെ ഇങ്ങനെ ക്ലിപ്പിട്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാം താടിക്കും കൈയും കൊടുത്ത് നോക്കി നിൽക്കുകയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല എന്ത് ചെയ്യും? ആ ഗാസയിൽ ഇഷ്ടം പോലെ ബോംബ് ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ മാറിയിരിക്കല്ലേ, എന്ത് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്? ഇത് ഇവിടുത്തെ പ്രശ്നമൊന്നുമല്ല. വലിയ ബലമുള്ള ഇത് അവരുടെ ബലം കുറയ്ക്കും. നമ്മൾ കൊടുക്കുന്നതുണ്ട്. നമ്മളെല്ലാം പോയി പട്ടാളത്തിൽ ചേർത്തില്ലേ? നമ്മളെല്ലാം കൂടെയാണ് ഈ ബലം കൊടുക്കുന്നത്. അതെങ്ങനെയാണ് നിയന്ത്രിതമാക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നെഗോഷിയേറ്റിംഗ് ടേബിളിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഞാൻ ഈ കലാപം ഒന്നും ചെയ്യുന്നതിനൊന്നും ഞാൻ ഒരു കൂട്ടുമില്ല. ഞാനിപ്പോഴേ അത് പറയാം. അങ്ങനെയൊന്നുമല്ലത്. ലോകവ്യാപകമായി പരസ്പരം ആവശ്യമുള്ള മനുഷ്യരായി മാറിയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്.
കുരുമുളക് എന്തായാലും കേരളത്തിലും ഇതുപോലുള്ള കുറച്ച് ഇനി വിയറ്റ്നാമിൽ ഇതുപോലുള്ള സ്ഥലത്തല്ലേ ഉണ്ടാകത്തുള്ളൂ. ഈ കുരുമുളക് നിങ്ങൾക്ക് തരാം, നിങ്ങളുടെ ഇത് ഇങ്ങോട്ട് തരാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്യുന്നൊരു ടേബിളുണ്ട്. പക്ഷെ അവർ പണ്ടത്തെ പോലെ തോക്കുമായിട്ട് വരുന്നിടത്ത് എത്തിക്കരുത്. അതിനുള്ള ബുദ്ധി വേണം. അതിനാണ് നമുക്ക് ബുദ്ധി വേണ്ടത്. ബലമുള്ളവരെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ജനാധിപത്യം. അല്ലാതെ എല്ലാവരും ഒരുപോലെ ബലമുള്ളവരായി മാറി എതിർത്ത് നിന്നിട്ട് ഇനി ആറ്റം ബോംബിൻ്റെ യുക്തിയുണ്ട്. എല്ലാവരും ആറ്റം ബോംബ് ഉണ്ടാക്കിയ പിന്നെ ഇടത്തില്ലെന്ന് പറയുന്നു. ആറ്റം ബോംബ് ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ടത്. പക്ഷേ നേപ്പാളുകാരൻ എന്തോ ചെയ്യും? നമ്മളിപ്പോൾ നേപ്പാളിനെ ഇന്ത്യക്കാരനും ചൈനക്കാരനും കൂടെ അവരെങ്ങനെ നമ്മളുമായിട്ട് ആറ്റം ബോംബ് ഉണ്ടാക്കി എതിർക്കുമോ? നമ്മളിപ്പോൾ ഇങ്ങനെ എപ്പോഴും പറയും, ആറ്റം ബോംബ് ഉണ്ടാക്കിയ വിദ്വാന്മാരുടെ ഒരു യുക്തിയാണ്. 7 രാജ്യങ്ങളിലേ ലോകത്തുള്ളൂ. ബാക്കി 184 രാജ്യം കണ്ടുണ്ട്. ഒരു 170 എണ്ണത്തിൻ്റെ കാര്യം എന്തോ ചെയ്യും? ഇതൊക്കെ നമ്മൾ മര്യാദ കൊണ്ടാണ് നമ്മളിന്നിങ്ങനെയൊക്കെ നിൽക്കുന്നത്. മര്യാദകളായിട്ട് ആൾക്കാർ പെരുമാറാൻ പോയി. ഇപ്പം നമ്മളിപ്പോൾ ഇറാൻ്റെ മണ്ടയിൽ അവർ ഒരു പാടുമില്ലാതെ ബോംബ് ചെയ്യുന്ന കണ്ടില്ലേ? തിരിച്ച് ഇറാൻ ബോംബ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുളിര് കോഴി എഴുതുന്നുണ്ട്. അവിടെ കിടന്ന് ചത്തുപോകുന്ന മനുഷ്യരെ പറ്റി ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് ആലോചിക്കുന്നുണ്ടോ? ഈ നമ്മൾ ലോൺ എടുത്ത് വെച്ച പെരയാണ് ഈ ബോംബ് ചെയ്ത് കളയുന്നത്. EMI അടച്ച് തീർന്നിട്ടില്ലാത്ത പെരയുടെ മണ്ടയിലാണ് ഈ ഇടുന്നതെന്ന് ഓർക്കണം. അല്ലാതെ ഈ മിസൈൽ അവിടെ പോയി വീണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇങ്ങനെ ഹെഡിൽ 6 എണ്ണം 80 എണ്ണം പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര അയൺ ഡോമൊക്കെ മറികടന്നെന്നൊക്കെ പറയുമ്പോൾ ചത്തുപോയിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് മനുഷ്യർ. യുദ്ധം ചെയ്തൊന്നും ജയിക്കാനൊക്കത്തില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മളും കൂടെ കൊടുക്കുന്ന ബലം കൊണ്ടാണ് ഈ സൈന്യമൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ കൊടുക്കുന്ന ബലം കൊണ്ട് തന്നെയാണ് പട്ടാളത്തിന്, നമ്മുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് ഈ പോലീസിലും പട്ടാളത്തിലും ഇരിക്കുന്നത്. നമ്മളാണ് ബലം ഉണ്ടാക്കുന്നത്. അവിടെയാണ് ഡിസ്കഷൻ. അല്ലാതെ തോക്കും സാധനമൊന്നും എടുത്തിട്ട് എത്രയോ നാളായിട്ട് നമ്മൾ മാവോയിസ്റ്റുകളും പണ്ട് നക്സലൈറ്റുകളും ഒക്കെ ഉണ്ടായതല്ലേ. ചത്തുപോകാനേ പറ്റൂ. അങ്ങനെ കഴിയില്ല. റെസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് വേറെ അർത്ഥമുണ്ട്. അതാണ് ഞാൻ ഗാന്ധിയിൽ നിന്ന് ആകെ പഠിച്ചിട്ടുള്ള സാധനം. റെസിസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. കൊല്ലാനേ പറ്റത്തുള്ളൂ, അനുസരിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നൊരു പോയിന്റ്. അപ്പോൾ ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനത്തിനകത്തൂടെ ചെയ്തെടുക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അങ്ങനെ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് വേണം. അല്ലാതെ ഞാൻ ഈ ഇരുന്ന് പറഞ്ഞു കേട്ടിട്ട് നാളെ മൂച്ചായിട്ട് മലയാളിയായി മാറിയെന്നും കളയരുത്. അതൊന്നുമല്ല പറയുന്നത്. പക്ഷേ ഭരണപരമായി നമുക്ക് നമ്മുടെ ഈ മലയാളം പറയുന്ന ആൾക്കാർ ഒന്നിച്ച് നിന്ന് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ തൃശ്ശൂർ എങ്ങനെയാണ് എറണാകുളത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുന്നത്? ഭരണപരമായ ആവശ്യത്തിനാണ്. ഒരു ഭാഷ സംസാരിക്കുമ്പോൾ പോലും ഭരണപരമായ ആവശ്യത്തിന് നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. പഞ്ചായത്ത് എന്തിനാണ് ഉണ്ടാക്കുന്നത്? വാർഡ് എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഡീസെൻട്രലൈസ് ചെയ്തിരിക്കുകയാണെങ്കിലേ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ എളുപ്പമാണ്. ഇത്ര അർത്ഥമേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയനായിട്ട് നിലനിർത്തേണ്ടതുണ്ട്. യൂറോപ്യൻ യൂണിയൻ നിൽക്കുന്ന പോലെ. അല്ലാതെ ഭരിക്കാൻ വേണ്ടിയല്ല. നമ്മളെ പിരിച്ചുവിടാൻ അനുവദിക്കാനൊക്കത്തില്ല. സംസ്ഥാനത്തിന് ജനങ്ങളാണ് പരമാധികാരി. ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാരെ പിരിച്ചുവിടാനായിട്ട് അവകാശവും അധികാരമുള്ള ഒരാളും ഉണ്ടായിക്കൂടാ. ഇത് പറയേണ്ടതുണ്ട്. അങ്ങനെയാണ് ഞാനത് പറയുന്നത് കേട്ടോ. നിങ്ങൾ കേട്ട് അല്ലാതെ മൂച്ചൊക്കെ ഉണ്ടായി വെറുതെ വെടികൊണ്ട് അടികൊണ്ട് ചാകുമൊന്നും ചെയ്യരുത്. അസംബന്ധമായി പോകും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ചാകും. പിന്നെ എന്തിനാ നമ്മൾ വെറുതെ കാത്തിരുന്നാൽ തന്നെ ചാകും. പിന്നെ വെറുതെ നമ്മളെന്തിനാണ് തല്ലുകൊണ്ട് ചാകേണ്ട കാര്യം? അതുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയായി പറയും. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ശക്തമായിട്ട് ആൾക്കാർ വന്നിട്ട് നമ്മളെ ഭരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സഹകരിക്കുന്നില്ലെങ്കിൽ പാടാം. വെറുതെ നോക്കിയാൽ മതി. 15 വർഷത്തോളം അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കക്കാർ ബോംബ് ചെയ്തായിരുന്നു. എന്തിനായിരുന്നു അവർ ബോംബ് ചെയ്തതെന്ന് പറഞ്ഞാൽ താലിബാനെ ഒഴിവാക്കാനാണെന്ന്. ഇപ്പോൾ അവർ ഭരിക്കുന്ന താലിബാൻ. അങ്ങനെ ബോംബ് ചെയ്ത് തീരത്തില്ല. കാരണം സഹകരിച്ചാലേ മാറുകയുള്ളൂ. ബ്രിട്ടീഷുകാരെന്തുകൊണ്ടാണ് ഇന്ത്യ വിട്ടു പോകുന്നത്? നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് സഹകരിക്കത്തില്ലെന്ന് പറയുമ്പോഴാണ് പ്രശ്നം വന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ പുറകെ നോക്കി നിൽക്കണ്ടേ? ഇവന് ഉറങ്ങാൻ പറ്റുമോ? ഭരിക്കുന്നവന് ഉറങ്ങാൻ പറ്റത്തില്ല സഹകരിച്ചില്ലെങ്കിൽ. ഇത്രയാണ് ഈ പറയുന്നത്. അതിന് നമ്മൾ ഈ യുദ്ധവും ആയുധമൊന്നും എടുക്കണ്ട. GST അടയ്ക്കാതിരിക്കാൻ പറ്റും.
ആ കാശ് ഇവിടെ നിൽക്കും. പെട്ടെന്നാണ് അവിടുത്തെ എന്താണ് വിഹിതം ഇങ്ങോട്ട് തരുന്നത്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ കുറേ ബഹളമൊക്കെ വരുന്ന അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് വരട്ടുമൊക്കെ ചെയ്യും. പക്ഷേ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള മേഖലകളെ പറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇത് നമ്മൾ കൊണ്ടുവന്ന ഇവിടുത്തെ എന്താണ് സെൻട്രൽ ബാങ്കിലോട്ട് പണം ഇടും. ലോകം മുഴുവനും പോയി ജോലി ചെയ്തുണ്ടാക്കുന്ന കാശോടെ കൊണ്ടുവന്നിട്ട് ഷൂ എന്ന് പറഞ്ഞാൽ അങ്ങ് പോവും. നമ്മൾ ചോദിച്ചാൽ തരത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഉള്ള ബാങ്കുകളിൽ ചെറിയ ബാങ്കുകൾ ഉണ്ടാക്കി അതിനകത്ത് ഇടണം, പോകരുത്, പൈസ പോക്കൂടാ. ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ ഉണ്ടാക്കിയെടുക്കുന്ന വഴികളുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. വിദ്യാഭ്യാസത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആധുനിക വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കണം. അവിടെ പീരിയോഡിക് ടേബിൾ എടുത്ത് കളഞ്ഞവർ NCERT-ക്കകത്ത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ, സയൻസിൻ്റെ പീരിയോഡിക് ടേബിൾ, എലിമെൻസിനെ പറ്റിയുള്ള അറിവ് എടുത്ത് കളയുക എന്ന് പറയുന്നത്, എവല്യൂഷൻ എടുത്ത് കളയുക എന്ന് പറയുന്നതൊക്കെ നമ്മൾ അനുവദിച്ചുകൂടാത്ത സ്ഥലങ്ങളാണ്. ഈ മേഖലകളെ പറ്റിയാണ് പറയുന്നത്.